നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആ പൂർണ്ണതയെ മാനിഫെസ്റ്റ് ചെയ്യുക, കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഓരോ അനുഭവവും ഓരോ എഡ്യൂക്കേഷനാണ്. ജീവിതം ഉടനീളം നമ്മൾ വിദ്യാർത്ഥികളാണ് എന്ന് നമ്മൾ പറയും. ശരിക്കും നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഐ എം ഓൾവേസ് എ സ്റ്റുഡൻറ്. അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ ലൈഫ് ലോങ് ഈ ഒരു വിദ്യാർത്ഥി എന്നുള്ള ഭാവം നിലനിർത്തുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഹംബിൾ ആവണം എന്ന് പറയുന്നത്? കാരണം നമുക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ട്രാൻസെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോ തലവും കടന്നു പോകുമ്പോൾ ആ തലത്തിന്റെ പൂർണ്ണ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജ്ഞാനം പകർന്നു നൽകാൻ തയ്യാറായിക്കൊണ്ട് വേണം നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതിലൊരു മീനിങ് ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ക്യാരക്ടറിനെ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ പ്യൂരിഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ക്യാരക്ടർ, നമ്മളിൽ ഉണ്ടാവുന്ന ഈ ക്യാരക്ടർ ചേഞ്ച്, ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്നവർക്കും നമ്മുടെ പിൻഗാമികൾക്കും എല്ലാം മാതൃകയാണ്. നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കണം. എങ്ങനെയാണ് പോകേണ്ടത് ജീവിതം, അതിനുള്ള ഡയറക്ഷൻ നമ്മൾ കാണിക്കും. നമ്മൾ കോമ്പസുകളാണ്.
നമുക്കൊരു ലക്ഷ്യബോധം വേണം. അപ്പൊ ആ ലക്ഷ്യബോധം നമുക്ക് എവിടുന്ന കിട്ടിയത്? നമ്മളുടെ പൂർവികരിൽ നിന്ന്. ഈശ്വര വിശ്വാസി അല്ലെങ്കിലും ഈശ്വര വിശ്വാസി ആണെങ്കിലും നമുക്ക് ലക്ഷ്യബോധം തരുന്നത് മനുഷ്യന്മാരാണ്. നമ്മുടെ മുമ്പേ പോയിട്ടുള്ള വ്യക്തിത്വങ്ങൾ, അവരുടെ ടീച്ചിങ്സിനെ നമ്മൾ അനുഗമിക്കുന്നു. അപ്പൊ അവരാണ് നമുക്ക് വെക്ടേഴ്സ് ആവുന്നത്. അപ്പൊ അതില് ക്യാരക്ടർ റിഫൈൻമെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെക്കാളും ക്യാരക്ടർ വിശാലമായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു. ഗുരു, ബിഗർ ദാൻ അസ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പിൻഗാമികൾക്കും ഈ തരത്തിലുള്ള ദിശാബോധം നൽകണം. അത്രയും പ്യൂരിഫൈഡ് ആണ്. നമുക്ക് അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു യാത്രയിൽ നമുക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ് സാധന ചതുഷ്ടയം എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ മൂന്നാമത്തെ ലിംബായിട്ടുള്ള ഷഡ് സമ്പത്തികളിലൂടെ കടന്നുപോയി. അതിൽ അവസാനം സമാധാനം, അതായത് കണ്ടന്റ്മെന്റ്, മെന്റൽ സ്റ്റേബിലിറ്റി, ബാലൻസ്, സന്തോഷം എന്നൊക്കെ പറയാം. നമ്മളിനി തയ്യാറായി, നമ്മൾ ഉള്ളതിൽ സംതൃപ്തരായി, നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറായി. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയി എന്ന് പറയാം. ഈ ഷഡ്സമ്പത്തികളുടെ ഉദ്ദേശം നമ്മൾ ഡിസിപ്ലിൻഡ് ആക്കുകയാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കൺഫോം ടു ദ നീഡ്സ് ഓഫ് ദ മോമെന്റ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ അതിൽ നമ്മളെ കൊണ്ടാവുന്നത് മാക്സിമം ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആളെ ഏൽപ്പിക്കുക. ടീം വർക്കിൽ നമ്മൾ പ്രാധാന്യം നൽകുക. നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും എന്ന് വിചാരിക്കുന്നത് ഈഗോയാണ്. അതുപോലെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും, ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ തന്നെ ചെയ്യുന്നത് ഈഗോയാണ്. പാർട്ടിസിപ്പേഷൻ നമ്മൾ കൊണ്ടുവരണം. ഹ്യൂമിലിറ്റി അങ്ങനെയാണ്. കാരണം എന്നെക്കാളും വേറൊരു വിധത്തിൽ മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും, അവരെയും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിക്കറിയാതെ ഒരുപാട് ഡയമെൻഷൻസ്, ഒരുപാട് കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ആയിട്ടുള്ള പല വശങ്ങളും നമുക്കറിയില്ല. അതുകൊണ്ട് പാർട്ടിസിപ്പേഷൻ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരവും നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് അറിയുന്നില്ല. ഇവിടെ നമ്മൾ അറിഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോഴാണ് ഡിസിപ്ലിൻഡ് ആവുന്നത്. നമ്മൾ നമ്മുടെ വഴിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു, ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ധർമ്മം എന്നുള്ള പദം കേൾക്കുമ്പോൾ ഋതം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചത്തിന്റെ ഋതം, ആ ഋതമായിട്ട് നമ്മൾ റെസണേറ്റ് ചെയ്യണം. അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഈ ലൈഫിലെ ഋതം നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിലുള്ള ധർമ്മം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഡീപ്പറാണ്. നമ്മൾ റെസനേറ്റ് ചെയ്യുക. എൻ്റെ ലൈഫിന്റെ ധർമ്മം, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജീവിത രീതിയുണ്ട്. നമുക്കതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഫിസിക്കൽ, എൻ്റെ ശരീരത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. എൻ്റെ ബുദ്ധിശക്തിക്ക് എനിക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. എൻ്റെ മെന്റൽ കപ്പാസിറ്റി, പല സ്കില്ലുകളുണ്ട്. എനിക്ക് കുറച്ചൊക്കെ പാടാൻ പറ്റുമായിരിക്കും, ഞാൻ വലിയ പാട്ടുകാരനാകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കുക. പക്ഷേ പരിമിതമല്ലാത്ത ഒരു അൺലിമിറ്റഡ് മേഖല എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ മനസ്സിന്റെ ഉയർച്ച, എൻ്റെ ബോധതലത്തിലെ എക്സ്പാൻഷൻ. അതിലേക്ക് നമ്മൾ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണം. അത് ഫോക്കസ്ഡ് ആവും. അതാണ് സമാധാനം. നമ്മൾ ഫോക്കസ്ഡ് ആകുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറും. നല്ല ഷാർപ്പായിട്ടൊരു കത്തി ഉണ്ടെങ്കിൽ നമ്മൾ കത്തിയുടെ എല്ലാ കാര്യങ്ങൾക്കും ആ കത്തി ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് ആണെങ്കിൽ, കോപ്പർ മിക്സ് ചെയ്യാത്തൊരു അലോയിഡ് അല്ലാത്തൊരു ഗോൾഡ് ആണെങ്കിൽ ആ ഗോൾഡ് നമുക്ക് അലോയ് ചെയ്ത് എന്ത് വേണമെങ്കിൽ ആക്കാം. ഒരു മരത്തടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫർണിച്ചറും ആക്കാം എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. ഒരു ഫർണിച്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ, ആ ഡിസിപ്ലിൻ. നമ്മളെ ഇനി അവിടെ എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമ്മൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള ആ മാർഗം എത്തിക്കഴിഞ്ഞു, കണക്ട് ചെയ്തു. നമ്മൾ പലരും പല വഴി കൂടെയാണ് പോകുന്നതെങ്കിലും നമ്മൾ യഥാർത്ഥ ഗംഗയിലേക്ക് എത്തിയതാണ്. മഹാത്മാഗാന്ധിജിയുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സത്യാഗ്രഹ ഇസ് ലൈക്ക് ഗംഗ എന്ന് പറയുന്നത്. ആ ഗംഗയിലേക്ക് ട്രിബ്യൂട്ടറീസ് വന്നു ചേരുന്നു. പക്ഷെ ഗംഗ ട്രിബ്യൂട്ടറീസ് തേടി അങ്ങോട്ട് പോകില്ല, ഗംഗ കടലിലേക്കാണ് പോകുന്നത്. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അതുപോലെ ശരിയായിട്ടുള്ള ഒരു ആധ്യാത്മിക അന്വേഷകൻ ഒരു ഗംഗ പോലെ പ്യൂരിഫൈഡ് ആണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചരിക്കുന്നില്ല, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഡിസിപ്ലിനിങ് എന്ന്. അപ്പൊ സാധനാ ചതുഷ്ടയത്തിന് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഷഡ്സമ്പത്തികളിൽ നമ്മൾ എത്തുകയും ഡിസിപ്ലിൻഡ് ആയിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിവേകം, ഡിസ്ക്രിമിനേറ്ററി കാപ്പാസിറ്റി. രണ്ടാമത് വൈരാഗ്യം, ഡിസ്പാഷൻ. അതായത് ഇവിടെയുള്ള വസ്തുക്കൾ നമ്മൾ മനസ്സിലാക്കി, പക്ഷെ അതല്ല എന്നെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കി. എന്നെ നയിക്കുന്നത് എൻ്റെ ഗോൾസ് ആണ്, എൻ്റെ ഹയർ വേർഷനാണ്, അങ്ങോട്ടാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അത് ഏത് തലത്തിലും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അവിടെ ഒരു ഡയമെൻഷൻ കടന്നുപോയ ആ ഡയമെൻഷൻ നീ വെറുത്തു എന്നല്ലത്തോ. ഞാൻ ഗൃഹസ്ഥാശ്രമം മനസ്സിലായി, ഞാൻ പ്രായമായി, എനിക്ക് ഗൃഹസ്ഥാശ്രമം ആവശ്യമില്ല എന്നുള്ള വീടൊക്കെ വിട്ട് ഓടുകയല്ല. ഗൃഹസ്ഥാശ്രമം എന്നെ പവിത്രീകരിച്ചിട്ടുള്ള ഒരു ആശ്രമമാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹയർ ലെവലിൽ നിന്ന് വന്ന് ഇടപെടാം. ഏത് കാര്യത്തിലും നമുക്ക് ഹയർ ലെവലിൽ നിന്ന് വന്നിട്ട് LKG പഠിപ്പിക്കാൻ PhD കഴിഞ്ഞ ആൾക്ക് തയ്യാറാവണം. ഞാൻ അവിടേക്കൊന്നും പോകില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഞാൻ വലിയ ജ്ഞാനിയാണ്, ഞാൻ LKG ഒന്നും പഠിപ്പിക്കില്ല, ഞാൻ വലിയ മ്യൂസിഷ്യനാണ്, ഞാൻ ചെറിയ കുട്ടികളൊന്നും പാട്ട് പഠിപ്പിക്കില്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അഹംഭാവം പിന്നെ ഉണ്ടാവും. അതാണ് ശരിക്കും ഡിസ്പാഷൻ എന്നുള്ള വാദത്തിന്റെ അർത്ഥം. ഡിസ്പാഷൻ കടന്നിട്ട് നമ്മൾ എത്തുകയാണ് ഡിസിപ്ലിൻ. അതാണ് ഷഡ്സമ്പതി. ഇത്ര ബ്യൂട്ടിഫുൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിസിപ്ലിൻഡ് ആയിട്ട് വസ്തുവിന് എന്താണ്, ഒരു വ്യക്തിക്ക് എന്താ വേണ്ടത്? ലക്ഷ്യത്തിലേക്ക് ഒരു ആരോ പോലെ, ഒരു അസ്ത്രം പോലെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ. അപ്പൊ ലക്ഷ്യം വളരെ വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോഴാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ട് മുമുക്ഷു എന്ന് പറയും, ഡിസയർ. നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു അദമ്യമായിട്ടുള്ള ഒരു ക്രേവിങ് നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആവുമ്പോൾ ഇനി ഉയരണം, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്? അപ്പൊ ഇത് 4 സ്റ്റെപ്പുകളാണായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് 4 സ്റ്റെപ്പുകളൊന്നുമല്ല, ഇതെല്ലാം മെർജ് ചെയ്യുന്നു. ശരിക്കും ഈ ഡിസയർ എന്ന് പറയുന്നത് ഭക്തി എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം തന്നെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ 12ാം അധ്യായത്തിൽ ഭക്തിനെ പറ്റി പറയുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യൂ. അതായത് എന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഫൈനൽ വേർഷൻ. അപ്പൊ നമ്മള് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു, നമ്മൾ പറയുന്ന മാസ്റ്റർ ഫോളോ ചെയ്യുന്നു. മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഹൈറാർക്കീനെ ഫോളോ ചെയ്യുന്നു. സ്വയം കൂടുതൽ കൂടുതൽ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്യൂരിഫൈഡ് ഇങ്ങനെ വരികയാണ്. ഞാൻ പ്യൂറായി എന്ന് പറഞ്ഞാൽ പ്യൂർ അല്ലാണ്ടേ ഒന്നും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. നമ്മളും അതുപോലെയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്നു, നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. നമ്മൾ അടുത്ത വരുന്ന ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ളവരെയും കൊണ്ടുപോകുന്നു, ഒന്നിച്ചു കൊണ്ടുപോകും. അപ്പോഴാണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരാവുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതാണ് ആഗ്രഹം, ഡിസയർ, ആ ക്രേവിങ്, ഉള്ളിലുള്ള ക്രേവിങ് എന്ന് യഥാർത്ഥത്തിൽ ഭക്തിയാണ്. അപ്പൊ ഈ സാധനാ ചതുഷ്ടയത്തിന്റെ ശരിക്കും അതിന്റെ ആ ഡയമെൻഷൻ, ശരിക്കുള്ള ഫ്ലോ ആൻഡ് ഡയറക്ഷൻ നൽകുന്നത് ഈ ഭക്തിയാണ്, ഈ ഡിസയറാണ്. അപ്പൊ അതേക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. മോക്ഷു എന്നുള്ള പദത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.